ഹലോ ഗുഡ് മോർണിംഗ് ഗൈസ്. അപ്പോൾ ഇന്ന് നമ്മുടെ റൈഡിൻ്റെ സെക്കൻഡ് ഡേ ആണ്. അപ്പോൾ നമ്മൾ ഇന്ന് ഇപ്പോൾ ഉള്ളത് മൈസൂരാണ്. ഇവിടുന്ന് ഡയറക്റ്റ് ഞങ്ങൾ ബാംഗ്ലൂരിലേക്കാണ് പ്ലാൻ ചെയ്തിട്ടുള്ളത്. ഡേ 2 കശ്മീരിലേക്കുള്ള ഞങ്ങളുടെ യാത്രയിലെ രണ്ടാമത്തെ ദിവസമാണെന്ന്. ഞങ്ങളിപ്പോൾ ഉള്ളത് മൈസൂരാണ്. രാവിലെ തന്നെ ഒരു ചായ കുടിക്കാൻ വേണ്ടി പുറത്തോട്ട് ഇറങ്ങിയതാട്ടോ. ടേസ്റ്റി ആയിട്ടുള്ള കിടിലൻ ചായ ആയിരുന്നു രാവിലെ തന്നെ കുടിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ ഞങ്ങൾ മൈസൂരിലേക്ക് ഒന്ന് കറങ്ങാനിറങ്ങി. സിറ്റി ഓഫ് ദി പാലസസ് എന്നാണ് മൈസൂർ അറിയപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ അവിടുത്തെ ഓരോ കാഴ്ചകളിലും റോയൽറ്റി നിറഞ്ഞു നിൽക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഞങ്ങൾ നെക്സ്റ്റ് പോയത് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിരുന്നു കേട്ടോ. ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് മസാല ദോശയായിരുന്നു. നല്ല ടേസ്റ്റി ആയിരുന്നു. എന്തൊക്കെ പറഞ്ഞാലും നമ്മുടെ നാട്ടിലെ മസാല ദോശയുടെ ടേസ്റ്റ് ഒന്നും വരില്ല കേട്ടോ. എന്നിരുന്നാലും കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഞങ്ങൾ നേരെ ചെന്നു. ലഗേജൊക്കെ പാക്ക് ചെയ്തു. അത്യാവശ്യം നല്ല ഹെവി ലഗേജ് ഉണ്ടല്ലോ. ഒരു മാസത്തെ കാര്യങ്ങൾ എനിക്കാണ് ഏറ്റവും കൂടുതൽ ലഗേജ് ഉള്ളത് കേട്ടോ. അതിന് ഇവന്മാർ നന്നായി കളിയാക്കാറുണ്ട്. അതിനുശേഷം ഗിയറപ്പൊക്കെ ചെയ്തു സെറ്റ് ചെയ്യുക കേട്ടോ. ഇനി ഞങ്ങൾ നേരെ ബാംഗ്ലൂരിലേക്കാണ് വിടുന്നത്. ഏകദേശം ഒരു 12 മണി 1 മണിയൊക്കെ ആയിട്ടുണ്ടാവും മൈസൂരിൽ നിന്ന് റൈഡ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത്. ബാംഗ്ലൂരിലേക്ക് ഏകദേശം 145 കിലോമീറ്ററോളം വരുന്നുണ്ട്. അടിപൊളി റോഡായത് കാരണം ദൂരെ ഒരു പ്രശ്നമേ ആയിരുന്നില്ല കേട്ടോ. മൈസൂരിൽ നിന്ന് ബാംഗ്ലൂരിലേക്കുള്ള ഈ റോഡ് എനിക്ക് നന്നായി ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. എന്താ വെച്ചാൽ നമ്മൾ കോഴിക്കോട് നിന്ന് കുട്ട വഴി വരുന്ന സമയത്തും എനിക്ക് അത്ര വലിയ ഒരു കംഫർട്ടബിൾ ആയിട്ട് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ഈ റോഡ് കിടലനാട്ടോ. അങ്ങനെ ഞങ്ങൾ നെക്സ്റ്റ് ഒരു ചായക്കടയിലൊക്കെ ഒന്ന് നിർത്തി. അതിനുശേഷമാണ് പിന്നീടും ട്രാവൽ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നത്. ബാംഗ്ലൂർ കയറിയപ്പോൾ മുതൽ നല്ല ട്രാഫിക് ബ്ലോക്ക് വന്നിട്ടുണ്ടായിരുന്നു. ബാംഗ്ലൂരിൽ നിന്ന് ചെറിയ പർച്ചേസിംഗ് ഒക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഞങ്ങൾ ഇറങ്ങുന്ന സമയത്ത്. പക്ഷേ ഓൾറെഡി ഡിലേ ആയത് കാരണം ഞങ്ങൾ പ്ലാനിങ്ങിൽ ചെറിയൊരു ചേഞ്ച് വരുത്തി. നേരെ ഹൈദരാബാദ് പിടിക്കാം എന്നുള്ള പ്ലാനിങ്ങിലായിരുന്നു. അതിനിടയ്ക്ക് ഞങ്ങൾ ഫുഡ് കഴിക്കാൻ കയറി കേട്ടോ. കബാബും റൈസും ആയിരുന്നു കഴിച്ചിട്ടുണ്ടായിരുന്നത്. നല്ല കിടലനായിരുന്നു കേട്ടോ. നല്ല സ്പൈസി ആയിട്ടുള്ള ഐറ്റം. പക്ഷേ എനിക്കെന്തോ ഇപ്പോൾ ഫുഡിൻ്റെ ടേസ്റ്റ് ഒന്നും തീരെ പിടിക്കുന്നുണ്ടായിരുന്നില്ല. അത് നമ്മുടെ നാട്ടിലെ ഫുഡിൻ്റെ ടേസ്റ്റ് ഒന്നും ഒരിക്കലും പുറത്തുണ്ടാവില്ല എന്നറിയാം. എന്നിരുന്നാലും ടേസ്റ്റ് വ്യത്യാസം എനിക്ക് കുറച്ച് അഡ്ജസ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ നേരെ ബാംഗ്ലൂരിൽ നിന്ന് ഹൈദരാബാദ് റോഡിലേക്ക് കയറി. സമയം ഏകദേശം 6:30 ആയിട്ടുണ്ടായിരുന്നു. ഇരുട്ടാവുന്നതിന് മുൻപ് തന്നെ കുറച്ച് ദൂരം ബാംഗ്ലൂർ കടന്നു കിട്ടണം എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയായിരുന്നു ഞങ്ങൾ മുന്നോട്ട് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. ബാംഗ്ലൂർ റോഡ് നല്ല ട്രാഫിക്കായിരുന്നു. ഒരു രക്ഷയുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പം ഹൈദരാബാദ് എന്തായാലും ഞങ്ങൾ എത്തില്ല എന്ന് ഉറപ്പുണ്ടായിരുന്നു. അതിനുള്ളിൽ എവിടെ കിട്ടുന്നോ അവിടെ നമുക്ക് സ്റ്റേ ചെയ്യാം എന്നുള്ള പ്ലാനിങ്ങിലാണ് ഞങ്ങൾ മുന്നോട്ട് പോയിട്ടുണ്ടായിരുന്നത്. അപ്പം മറ്റുള്ളവരെ വെയിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നിന്ന സമയത്ത് ഒരു കരിക്കൊക്കെ കുടിച്ച് ഒന്ന് സെറ്റായിട്ടോ. നമ്മൾ ഇവിടെ ഏത് ഷോപ്പ് പോയിട്ടുണ്ടെങ്കിലും ഇതുപോലെ ഒരുപാട് ബിസ്ക്കറ്റ്സൊക്കെ കാണാൻ പറ്റും കേട്ടോ. നമ്മുടെ നാട്ടിൽ എണ്ണക്കടികളുണ്ടാവാറ്. ഇവിടെ എണ്ണക്കടികളൊന്നും ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഈ ദോശയൊക്കെ കാണാനുള്ള ഭംഗി മാത്രമേ ഉള്ളൂ. ഒരു ടേസ്റ്റ് ഉണ്ടായിരുന്നില്ല കേട്ടോ. ഏകദേശം ഒരു 9 മണിയൊക്കെ ആയപ്പോഴത്തേനും ഇനി ട്രാവൽ വേണ്ട, നെക്സ്റ്റ് ഒരു പെട്രോൾ പമ്പിൽ തമ്പടിക്കാമെന്ന് കരുതിയിട്ടോ. അപ്പം ഞങ്ങൾ അവിടെ ടെൻ്റൊക്കെ കെട്ടി സെറ്റ് ചെയ്തു. ഇനി ബാക്കി വിശേഷങ്ങളുമായി ഞാൻ നാളെ എത്തുന്നതാണ്. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുന്നെങ്കിൽ ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.